ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. അതായത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ആറ്റത്തിൻ്റെ ഘടന എന്നാണ് അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തപ്പോൾ അതിൽ കുറേ കമൻസ് കണ്ടു. ആ ചാപ്റ്ററിലെ വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരണമെന്ന് കുറേ കമൻറ്റ്സ് അത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കണ്ടവർക്ക് അറിയാം. അതിൻ്റെ വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് പോകാം. കാരണം ആ ഒരു ഭാഗം നമ്മൾ അധികം എല്ലാ ക്ലാസ്സുകളിലും ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുറച്ച് പറഞ്ഞു പോയിട്ടുള്ളൂ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ PSC പഠിക്കുന്നവർക്കറിയാം SCRT പാഠഭാഗത്ത് നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ ഫസ്റ്റത്തെ ഒരു ടോപ്പിക് തന്നെ എന്താണ്, ആറ്റം തന്മാത്രയാണ് അല്ലേ. ഒരു ഭാഗത്ത് നിന്ന് PSC നന്നായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഒരു ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന. ഈ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് ആറ്റം, തന്മാത്ര, അതുപോലെ തന്നെ ഈ ആറ്റത്തിൻ്റെ ഏറ്റവുമായി ബന്ധപ്പെട്ട് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രധാനപ്പെട്ട മോഡലുകൾ ഉണ്ടല്ലോ അല്ലേ, ഇലക്ട്രോൺ മോഡൽസൊക്കെ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്, ആറ്റത്തിൻ്റെ ഘടന എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. കേതോട് രശ്മികളുടെ പ്രത്യേകതകൾ. ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ്, കേതോട് രശ്മികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കുറേ എക്സ്പെരിമെൻറ്റുകൾ പറയുന്നുണ്ട്. ആ ഒരു എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ കേതോട് രശ്മികളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു, നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്താ കണ്ടത്, ആധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ പാതയിൽ പാഡിൽ വീൽ വെച്ചാൽ കറങ്ങുന്നു. ഇതിൽ നിന്നും അതിന് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു ചാപ്റ്റർ കണ്ടവർക്കറിയാം. അതിൽ ആദ്യം തന്നെ ഒരു മഞ്ഞ ബോക്സിൽ ചോദിക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് അതിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു, അതിൻ്റെ പാതയിൽ ഒരു പാഡിൽ വീൽ വെച്ചാൽ കറങ്ങുന്നുണ്ട്. അപ്പോഴാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലായത്, അതിനൊരു മാസ് ഉണ്ടെന്ന് മനസ്സിലായത് അല്ലേ. കേതോട് രശ്മികൾക്ക് ഒരു മാസ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇലക്ട്രോണുകളുടെ മാസും ചാർജും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കിയത് J.J. തോംസൺ ആണ്. ആരാണ് ഇലക്ട്രോണുകളുടെ മാസും ചാർജും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കിയത്, ആരാണ്, J.J. തോംസൺ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കേതോട് രശ്മികളുടെ പ്രത്യേകതകൾ, അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ പാതയിൽ പാഡിൽ വീൽ വെച്ചാൽ കറങ്ങുന്നു, ഇതിൽ നിന്ന് നമുക്ക് അതിന് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം, ഇലക്ട്രോണുകളുടെ മാസും ചാർജും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കിയത് J.J. തോംസൺ ആണ്. ഇനി നെക്സ്റ്റ് പ്ലം പുഡിംഗ് മാതൃക. പ്ലം പുഡിംഗ് മാതൃകയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എന്താണ് അതിൽ നമുക്ക് എന്താ മനസ്സിലായത്, പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അവയുടെ എണ്ണം തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്താ പറയുന്നത്, പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട് അല്ലേ. അവയുടെ എണ്ണം തുല്യമായതിനാൽ ആറ്റം എന്താണ്, വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. അതായത് പോസിറ്റീവും നെഗറ്റീവും ചേർന്നാൽ എന്തായി മനസ്സിലായി, ഏതാണ് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത് എന്താണ്, വൈദ്യുതപരമായി നിർവീര്യമാണ്. ഇനി ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുന്നത്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി. PSC പഠിക്കുന്നവർക്കറിയാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് ആറ്റം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആറ്റം തന്മാത്ര എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, ആറ്റം തന്മാത്രയാണ് വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ. ആ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് നോക്കിയാൽ മതി. കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രി PYക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ടോപ്പിക്ക് ഇതായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി. ഇവിടെ നമ്മൾ ഭൂരിഭാഗം എന്ന് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. കാരണം അവിടെ ഭൂരിഭാഗം മിക്കത് എന്നൊക്കെ പറയുന്നതൊക്കെയാണ് കൺഫ്യൂഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി. ചില രശ്മികൾ ചെറിയ വ്യതിയാനം കാണിച്ചു. എന്താണ്, ചില രശ്മികളാണ് ചെറിയ വ്യതിയാനം കാണിച്ചത്. കുറച്ച് കണങ്ങൾ തിരിച്ചു വന്നു.
അല്ലേ? ഈ ഒരു 3 തന്നിട്ടുണ്ടായിരുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ്? ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി. ചില രശ്മികൾ ചെറിയ വ്യതിയാനം കാണിച്ചു. കുറച്ച് കണങ്ങൾ തിരിച്ചു വന്നു. ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് രശ്മികൾ കടന്നുപോയത്. ചില രശ്മികൾ പ്രോട്ടോണുമായി പ്രവർത്തിച്ച് വികർഷിക്കുന്നു. എന്താ പറയുന്നത്? ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗവും ശൂന്യമാണ്, അതിനാലാണ് കുറച്ച് രശ്മികൾ ഇവിടെ കടന്നുപോയി എന്ന് പറഞ്ഞു അല്ലേ? ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗവും ശൂന്യമാണ്. ചില രശ്മികൾ പ്രോട്ടോണുമായി പ്രവർത്തിച്ച് വികർഷിക്കുന്നുണ്ട് അല്ലേ? ചില രശ്മികൾ പ്രോട്ടോണുമായി പ്രവർത്തിച്ച് വികർഷിക്കുന്നുണ്ട്. ആറ്റത്തിലെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? പഠിച്ചേ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയി. ചില രശ്മികൾ ചെറിയ വ്യതിയാനം കാണിച്ചു. കുറച്ച് കണങ്ങൾ തിരിച്ചു വന്നു. ആറ്റത്തിനുള്ളിൽ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് രശ്മികൾ കടന്നുപോയത്. ചില രശ്മികൾ പ്രോട്ടോണുമായി പ്രവർത്തിച്ച് വികർഷിക്കുന്നു. ആറ്റത്തിലെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ബോർ മാതൃകയാണ് പഠിച്ചത് അല്ലേ? ബോർ മാതൃകയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. എന്താ പറയുന്നത്? ബോർ മാതൃകയിൽ എന്താ പറയുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഈ ഓർബിറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പറയുന്നുണ്ട്? ഏതൊക്കെയാണ്? KLMN ആണ് അല്ലേ? KLMN അല്ലേ? ഓക്കെ. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു, എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഇതിൽ ഓരോ ഓർബിറ്റിനും നിശ്ചിത ഊർജ്ജമുണ്ടായിരിക്കും. അതിനാൽ തന്നെ ഈ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. എന്താ പറയുന്നത്? ഒരു നിശ്ചിത ഓർബിറ്റിൽ, അതായത് ഈ ഒരു ഓർബിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുന്നോ കുറയുന്നോ ഇല്ല. കാരണം എന്താണ്? ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനാൽ തന്നെ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുന്നോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഓർബിറ്റുകളെ ഏതെന്ന് വിളിക്കാം? സ്ഥിരോർജ്ജ നിലകൾ എന്ന് വിളിക്കാം. അവിടെ ചേഞ്ച് വരുന്നില്ല, അതിനാൽ തന്നെ സ്ഥിരോർജ്ജ നിലകൾ എന്ന് വിളിക്കാം. ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകൾക്ക് എന്താ സംഭവിക്കുക? ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. അതായത് എന്താ പറയുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും അതായത് ഈ ഷെല്ലിപ്പോൾ കൂടി എന്ന് വിചാരിക്കും. അങ്ങനെ കൂടുന്തോറും എന്ത് സംഭവിക്കും? ഈ അറ്റത്തെ ഷെല്ലിന് എന്തായിരിക്കും? ഊർജ്ജം കൂടുതലാണ് കുറവാണ് വരിക? ഊർജ്ജം കൂടിക്കൊണ്ടേയാണ് ഇരിക്കുക അല്ലേ? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന്, അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജ്ജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബോർ മാതൃകയിൽ എന്താ പറഞ്ഞത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് ഇന്ന് വിളിക്കാം ഓർബിറ്റുകളെ സ്ഥിരോർജ്ജ നിലകൾ എന്ന് പറയാം. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം എന്താ ചെയ്യുന്നത്? കൂടാണ് ചെയ്യുന്നതല്ലേ? ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടാണ് ചെയ്യുന്നത്. എന്നാൽ ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള സംഖ്യകൾ നൽകാം എന്ന് പറയുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? കണത്തിൻ്റെ പേര്, ആറ്റത്തിൻ്റെ സ്ഥാനം, ചാർജ്, മാസൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഈ എക്സ്പെരിമെൻറ്റിലൂടെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കണത്തിൻ്റെ പേര് എന്താണ്? പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ ആറ്റത്തിൽ എവിടെയാണുള്ളത്? പ്രോട്ടോൺ എവിടെയാണുള്ളത്? ആറ്റത്തിൻ്റെ ഉള്ളിലാണുള്ളത് അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? ആറ്റത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം പ്രോട്ടോൺ എവിടെയാണ്? ആറ്റത്തിൽ സ്ഥാനം എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി മാസ് നോക്കുകയാണെങ്കിൽ 1.00727 U ആണ്. എന്താണ്? 1.00727 ആണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എത്രയാണ്? 1 U ആണ്. 1 U ആണ്. ഇനി ഇലക്ട്രോൺ നോക്കുകയാണെങ്കിലോ, ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൽ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു? ന്യൂക്ലിയസിന് പുറത്താണ് അല്ലേ? ന്യൂക്ലിയസിന് പുറത്താണ്. ചാർജ് ചാർജ് നെഗറ്റീവ് ആണ്. മാസോ 0.00054
8u. അതായത് പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ന്യൂട്രോൺ നോക്കുകയാണെങ്കിൽ ന്യൂട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത് ന്യൂട്രോൺ. ചാർജ് നോക്കുകയാണെങ്കിൽ എന്താണ്? ന്യൂട്രൽ ആണ്. എന്താണ് ചാർജ് എന്ന് പറയുന്നത്? ഇല്ല എന്ന് പറയാൻ ന്യൂട്രൽ ആണ്. ഇനി മാസ്, കാരണം എന്താ? ന്യൂട്രോണിന് ചാർജ് ന്യൂട്രൽ ആയത് എങ്ങനെയാണ്? ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രൽ ആയത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ? നമ്മൾ നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അത് പറയാം. ഓക്കെ, ഇനി മാസ് എത്രയാണ്? 1.00866u. അതായത് പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1u ആണ്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. നമുക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പോയി കാണാം കേട്ടോ. ആ ക്ലാസ് പഠിച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ എന്തായാലും ഉപകാരമായിരിക്കും. കാരണം അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിനുള്ളിലാണുള്ളത് അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. ഇലക്ട്രോൺ ആണെങ്കിൽ എന്താണ്? ഈ ന്യൂക്ലിയസിന് പുറമേ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലേ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി ചാർജ് നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ന്യൂട്രലാണ് ചാർജ് വരുന്നത് അല്ലേ? ഇനി പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും 1u ആണ്. എന്നാൽ ഇലക്ട്രോൺ എത്രയാണ്? 0 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിച്ചു ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. കുറേ ആ ഒരു ടേബിൾ തന്നെ ഉണ്ടായിരുന്നു, കുറേ അതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ 8 എന്ന് അടിയിൽ എഴുതിയിട്ടുണ്ട്, മുകളിൽ 16 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ 8 എന്ന് പറയുന്നത്, അതായത് അടിയിൽ എഴുതിയിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നാണ്. ഓക്കെ, തെറ്റരുതേ. ആറ്റോമിക് നമ്പറിനെ Z എന്നും, ഇനി മുകളിൽ എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A എന്നുമാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയാലും? അതായത് നമ്മളൊരു ഓക്സിജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേറെ എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. അതായത് നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ ആറ്റോമിക് നമ്പർ 8 ആണെന്ന് പറഞ്ഞല്ലോ. ഈ 8 എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോൺ എണ്ണം ചോദിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ ചോദിക്കുകയാണെങ്കിലും എന്ത് തന്നെയാണ്? 8 ആണ്. അപ്പോൾ 8 എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്, പ്രോട്ടോൺ നമ്പർ ആണ്, ഇലക്ട്രോൺ നമ്പർ ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. എങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുക? നെക്സ്റ്റ് പറയുന്നുണ്ട് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതായത് നമ്മൾ ഓക്സിജൻ എടുത്തു, ഓക്സിജനിൽ നമ്മൾ പറഞ്ഞു ആറ്റോമിക് നമ്പർ എത്രയാണ്? Z എന്ന് വെച്ചാൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8 ആണ് അല്ലേ? ഇനി നമ്മൾ മാസ് നമ്പർ നോക്കുകയാണെങ്കിൽ 16 ആണ്. ഇതിൽ നമുക്ക് മുകളിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? മാസ് നമ്പർ ആണ്, അടിയിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്. ഇവിടെ നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് ഈ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അതായത് മുകളിൽ നിന്ന് 16ൽ നിന്നും 8 കുറച്ചാൽ മതി. മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ച് നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഏതാണ് അവിടുത്തെ ന്യൂട്രോൺ എന്ന് പറയുന്നത്? നമുക്ക് പറയാം മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കാന്ന് പറയാം, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോൺ എണ്ണം കുറയ്ക്കാന്ന് പറയാം, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് എന്താണ്? പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയാണല്ലേ. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കുറച്ചെന്ന് പറയാം അല്ലേ? അതായത് ഇവിടെ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് മുകളിൽ നിന്ന് അടിയിലത്തെ താഴെ എണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രോൺ എന്നത് കിട്ടി. അതായത് നമ്മൾ ഈ അടിയിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? ആറ്റോമിക് നമ്പറാണ്. ഈ ആറ്റോമിക് നമ്പറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പ്രോട്ടോൺ എണ്ണമാണ്, ഇലക്ട്രോൺ എണ്ണമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതായത് നമുക്ക് ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നില്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ മാസ് നമ്പർ മൈനസ് എന്താണ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് എഴുതിയാലും ആ ഒരു ശരിയാണല്ലേ? അതുപോലെ തന്നെ എന്താണ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണ്? ഈ ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അതായത് ഇവിടുത്തെ നമ്മൾ മാസ് നമ്പർ ഇപ്പോൾ നമുക്കറിയാം 16 ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണെന്ന് പറഞ്ഞു അല്ലേ? പ്രോട്ടോൺ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത് നോക്കി. പ്രോട്ടോൺ എത്രയാണ്? അടിയിലുള്ളതാണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രോട്ടോൺ എന്ന് വെച്ചാൽ 8 ആണ്. ഇനി പ്ലസ് എന്താണ്? ന്യൂട്രോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് 8 എന്നുള്ളത്. 8 + 8 = എത്രയായി? 16 എന്ന് കിട്ടിയില്ലേ? ഈ 16 അല്ലേ മോളെ മാസ് നമ്പർ അല്ലേ? 16 എന്ന് പറയുന്നതാണ് മാസ് നമ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ മാസ് നമ്പർ ക്ലിയർ ആയല്ലോ. ഇനി ഐസോട്ടോപ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോട്ടോപ്പുകൾ. എന്താ പറയുന്നത്? ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഹൈഡ്രജൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, അതായത് അടിയിൽ ഒന്നായിരിക്കും അല്ലേ, അരോ അറ്റോമിക് നമ്പർ. ഞാൻ നെക്സ്റ്റ് ഹൈഡ്രജന് വേറൊരു ഐസോട്ടോപ്പ് എഴുതി, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് എഴുതി 1 തന്നെ എഴുതി, അടിയിൽ അറ്റോമിക് നമ്പർ സെയിം ആണ്. നെക്സ്റ്റ് ഐസോട്ടോപ്പ് എഴുതി, അപ്പോഴും അടിയിൽ ഞാൻ 1 ഇട്ടു. ഓക്കെ, ക്ലിയർ ആയാലോ. ഇനി മാസ് നമ്പർ വ്യത്യാസമാണ്, അപ്പം മാസ് നമ്പർ വെച്ചാൽ മുകളിലാണ് വ്യത്യാസം വരുന്നത്. ആദ്യത്തിൽ ഞാൻ 1 എഴുതി, രണ്ടാമത്തിൽ 2 എഴുതി, മൂന്നാമത്തിൽ 3 എഴുതി. ഓക്കെ, ഇത് ഓരോ ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ്റെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. എന്താണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസോട്ടോപ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്, ആറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ എന്താണ് മാസ് നമ്പർ വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ആയിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ എഴുതുന്നതാണ്. കാൽസ്യം എന്ന് പറയുന്നത് ഞാൻ 40 ആണ്. 40 എന്ന് പറയുന്ന മാസ് നമ്പർ ഇട്ടു. പിന്നെ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മൂലകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ പൊട്ടാസ്യം എടുത്തു എന്ന് വിചാരിക്കും, അവിടെ ഞാൻ 40 ഇട്ടു. ഇവിടെ ആറ്റോമിക് നമ്പർ ഒരേ മാസ് നമ്പർ, ഇപ്പോൾ ഇവിടെ ഞാൻ 40 40 ഇട്ടു കേട്ടോ. ഇവിടെ മുകളിൽ അറിയാം ഒരേ മാസ് നമ്പർ ഇട്ടു. ആറ്റോമിക് നമ്പർ ഞാൻ 1 2 ഇട്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഒരേ മാസ് നമ്പർ നോക്കിയാൽ സെയിം തന്നെയല്ലേ വന്നിരിക്കുന്നത്, ആറ്റോമിക് നമ്പറാണ് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസോട്ടോപ്പ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ്. ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ളവയാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ, ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ടേബിൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒന്ന് പറഞ്ഞു തരണേ. ഹൈഡ്രജൻ എടുക്കുകയാണേ. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോറിൻ എങ്ങനെയാണ്, കാൽസ്യമൊക്കെ എങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഒരു ടേബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഹൈഡ്രജനെ നോക്കുകയാണെങ്കിൽ ആറ്റോമിക് നമ്പർ ഏതാണ് വരാൻ നോക്കി നോക്കിയേ. ആറ്റോമിക് നമ്പർ ഏതാ വരുന്നത്, ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അടിയിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, മുകളിലുള്ളതാണ്. അപ്പോൾ അതും എത്രയാണ്, 1 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി പ്രോട്ടോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്, ആറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ 1 തന്നെ എഴുതി അല്ലേ. ഇനി ഇലക്ട്രോണുകൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക, ആറ്റോമിക് നമ്പറും പ്രോട്ടോണും ഇലക്ട്രോണൊക്കെ എത്ര തന്നെയാണ്, ഒരു സെയിം തന്നെയായിരിക്കും അല്ലേ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി, 0 എന്ന് കിട്ടി. നെക്സ്റ്റ് നോക്കി നോക്കി ലിഥിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിഥിയം ക്ലിയർ അല്ലേ. ലിഥിയം നോക്കുകയാണെങ്കിൽ എത്രയാണ്, 7 ആണ്. മുകളിൽ അടിയിൽ 3 ആണ് വന്നിരിക്കുന്നത്. ആറ്റോമിക് നമ്പർ എത്രയാണ്, 3 ആണ്. മാസ് നമ്പർ 7 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്, പ്രോട്ടോൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 എഴുതാം. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്, 3 തന്നെയാണെന്ന് എഴുതാം അല്ലേ. ന്യൂട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്, 7 - 3 എത്രയാണ്, 4 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഓരോ ടേബിളും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നോക്കി, ഓക്സിജൻ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ 8 എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പർ ആണ് അല്ലേ. മുകളിൽ എഴുതിയിരിക്കുന്നത് 16 ആണ്. അതെന്ന് പറയുന്നതാണ് മാസ് നമ്പർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ആറ്റോമിക് നമ്പർ സെയിം തന്നെയാണ്, അതായത് 8 8 8 അല്ലേ. ഇനി എന്താണ്, നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ ആണ് അല്ലേ, നമ്മൾ എഴുതിയ എക്സാമ്പിൾ ആണ് തന്നെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ. 16ൽ നിന്നും 8 കുറച്ച് എത്ര കിട്ടി, 8 എന്ന് തന്നെയാണ് കിട്ടിയത്. ഇനി സോഡിയം നോക്കുകയാണെങ്കിൽ 23 11 23 എന്താണ്, മാസ് നമ്പർ ആണ് 23. ആറ്റോമിക് നമ്പർ 11 ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം 11 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം 11 ആണ്. ഇനി അവ രണ്ടും 23ൽ നിന്ന് -11 ചെയ്താൽ എത്ര കിട്ടി, 12 എന്ന് കിട്ടി. 12 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ നെക്സ്റ്റ് ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് യുറേനിയം നോക്കി. യുറേനിയം 92 235 ആണ് തന്നിരിക്കുന്നത്. 92 എന്താണ്, ആറ്റോമിക് നമ്പർ ആണ്. 92 വീണ്ടും എഴുതിയിട്ടുണ്ട്, അതെന്താണ്, പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. വീണ്ടും 92 എന്നാൽ എന്താണ്, ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇനി എന്താണ്, മാസ് നമ്പർ എത്രയാണ്, 235 ആണ്. 235ൽ നിന്നും 92 കുറച്ചാൽ 143 കിട്ടും, അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതിലെ, കേതോട് രശ്മികളുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ നിരീക്ഷണത്തിൻ്റെയും അനുമാനം എഴുതുക. കേതോട് രശ്മികളുടെ പാതയിൽ വെച്ച നേർത്ത ഇതളുകളുള്ള ചക്രം കറങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈ കേതോട് രശ്മി, നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. കേതോട് രശ്മികളുടെ പാതയിൽ ഒരു നേർത്ത ഇതളുകളുള്ള ചക്രം, അതായത് പാതയിൽ വെക്കുമ്പോൾ ഒരു ചക്രം കറങ്ങുന്നത് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ചക്രം കറങ്ങുന്നത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ. കേതോട് രശ്മികൾക്ക് മാസുള്ള കാരണമാണ് ഈ ഒരു ചക്രം കറങ്ങിയത്. നെക്സ്റ്റ്, കേതോട് രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നുണ്ട്. നിഴലുണ്ടാകുന്നതിന് കാരണം എന്താണ്, നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ്
കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത് നേർരേഖയിലാണെന്ന് മനസ്സിലായി, അതിനാലാണ് അവിടെ നിഴലുണ്ടാകുന്നത്. നെക്സ്റ്റ്, കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വ്യതിചലിക്കുന്നു. എന്താണ്? കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വ്യതിചലിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വരുന്നത്? കാരണം എന്താണ്? കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അതിനാലാണല്ലോ, എന്നാൽ മാത്രമാണല്ലോ ആകർഷിക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്? കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്കാണ് വ്യതിചലിക്കുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ആറ്റത്തിന് ആറ്റോമിക് നമ്പർ 16ഉം മാസ് നമ്പർ 32 ആണ്. ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ, എത്ര പ്രോട്ടോൺ, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞേ. ആറ്റോമിക് നമ്പർ എത്രയാണ്? 16 ആണ്. അത് തന്നെയാണ് ഇലക്ട്രോണും പ്രോട്ടോണും അല്ലേ. ഇനി മാസ് നമ്പർ 32 ആണ്. നമ്മൾ ന്യൂട്രോൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞത്? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അതായത് 32 നിന്ന് 16 കുറച്ചാൽ എത്ര കിട്ടി? 16 എന്ന് തന്നെ കിട്ടിയില്ലേ. അപ്പോൾ എത്ര കിട്ടി? ന്യൂട്രോൺ 16 എന്ന് കിട്ടി. അതായത് ഇലക്ട്രോൺ 16, പ്രോട്ടോൺ 16, ന്യൂട്രോൺ 16. ഇനി ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതാം? എങ്ങനെയാണ്? നമ്മൾ ഓരോ ഷെല്ലിലും കൊള്ളുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2, 8, 18, 32 ആണ് അല്ലേ. 2, 8, 18, 32 എന്നാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? മാസ് നമ്പർ എത്രയാണ്? 32 ആണ്. ആറ്റോമിക് നമ്പർ 16 ആണ്. ഓക്കെ, ഈ 16 നമ്മൾ ഈ ആറ്റോമിക് നമ്പറാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പോൾ 16 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ആദ്യത്തെ ഷെല്ലിൽ കൊള്ളുന്നത് 2 ഇലക്ട്രോൺ മാത്രമാണ്. നെക്സ്റ്റ് ഷെല്ലിൽ കൊള്ളുന്നത് 8 ഇലക്ട്രോൺ മാത്രമാണ്. 8 ഇലക്ട്രോൺ മാത്രമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 16 ആണ് തന്നിരിക്കുന്നത്. 2 + 8 എത്രയായി? 10 ആയില്ലേ. ഇനി എത്ര എണ്ണം ഉണ്ട്? ഒരു 6 എണ്ണം കൂടി വേണ്ടേ? ഈ ഒരു 6 എണ്ണം ഞാനിവിടെ ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇപ്പോൾ 16 ആയല്ലോ. 2, 8, 6 എന്നായില്ലേ. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2, 8, 6 എന്നല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. എങ്ങനെയാണ് ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എഴുതാം? ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ ഷെല്ല് എത്രയാണ്? 2 ആണ് വരിക. അപ്പോൾ ഇത് 2 എണ്ണം 2 വരച്ച് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഷെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 എണ്ണല്ലേ വന്നിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തു? 8 എണ്ണം വരച്ച് കൊടുത്തു അല്ലേ. 3, 4, 5, 6, 7, 8. ഇനി നെക്സ്റ്റ് എത്രയാണ്? 6 എണ്ണമാണ്. അപ്പോൾ നെക്സ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 6 എണ്ണം വരച്ച് കൊടുത്തു. 1, 2, 3, 4, 5, 6. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് ഏത് ആറ്റം നമുക്ക് തന്നിട്ടില്ല, അത് ഞാനാണ് ഇവിടെ എസ് എന്നൊക്കെ എഴുതി കൊടുത്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഒരു ആറ്റത്തിലെ KLM എന്നീ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുണ്ട്. ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജ്ജം കൂടിയ ഷെല്ല് ഏതാണ്? നമ്മൾ പറഞ്ഞു ഓർബിറ്റുകളിലൊക്കെ എന്താണ് ഊർജ്ജം കൂടുതൽ പുറത്തേക്ക് പോകുന്ന അല്ലേ. ഊർജ്ജം കൂടുതൽ ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് പോകുന്നവയ്ക്കാണ് ഊർജ്ജം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ അകലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് M ആണ് വരിക. ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജ്ജം കൂടിയ ഷെല്ല് ഏതാണ്? M ആണ്. M ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളുവെങ്കിൽ ഈ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതുക. M ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. ഞാനിവിടെ 3 എഴുതി. ബാക്കിയുള്ളതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? നോക്കിയൊക്കെ, ഞാൻ പറഞ്ഞു ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 എണ്ണം. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 എണ്ണം. അപ്പോൾ എത്രയാണ് ആറ്റോമിക് നമ്പർ വരെ? അത് മൊത്തം കൂട്ടിയാൽ പോരെ? 2 + 8 + 3. ക്ലിയർ ആയല്ലോ. അതായത് M ഷെല്ലിൽ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണെന്നുള്ളത്. ഇതിന് മുമ്പത്തെ നമുക്കറിയാവുന്നതാണ്. ഒരു ഷെല്ലിൽ പൂർണ്ണമായിട്ടും കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ എണ്ണം എത്രയാണ്? 2, 8 അല്ലേ. 2 ആണ് ആദ്യത്തെ ഷെല്ല്. രണ്ടാമത്തേലാണെങ്കിൽ 8 ആണ്. അപ്പോൾ 2, 8, 3 എഴുതി. ഓക്കെ, ഇനി ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം? ഇവിടെ നമ്മൾ ആറ്റോമിക് നമ്പർ കിട്ടിയില്ലേ. ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 13 ആണെന്ന് കിട്ടി അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 13 തന്നെയാണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 13 തന്നെയാണ് അല്ലേ. ഇനി ഈ ആറ്റത്തിലെ ന്യൂക്ലിയസിൽ 16 ന്യൂട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതിന് മാസ് നമ്പർ എത്രയാണ്? ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ആറ്റത്തിൽ ന്യൂട്രോൺ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 16 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക മാസ് നമ്പർ? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ആറ്റോമിക് നമ്പറിൽ നിന്നും മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുക? ന്യൂട്രോൺ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറും ന്യൂട്രോണും തമ്മിൽ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയാൽ മതി. ഇപ്പോൾ പ്രോട്ടോൺ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 13 ആണ് കിട്ടിയിരിക്കുന്നത്. ന്യൂട്രോൺ 16 ആണ് കിട്ടിയിട്ടുള്ളത്. കൂട്ടുമ്പോൾ എത്ര കിട്ടി? 29 എന്ന് കിട്ടിയില്ലേ. 29 ആണ് മാസ് നമ്പർ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ?
നെക്സ്റ്റ് എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞേ. മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് മാസ് നമ്പർ അല്ലേ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് മാസ് നമ്പർ അല്ലേ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണ അല്ലേ മാസ് നമ്പർ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 13 പ്രോട്ടോൺ ആണ് 14 ന്യൂട്രോൺ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പറും അല്ലേ പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയാൽ എത്ര കിട്ടി? നമുക്ക് നോക്കിയാൽ 13 + 14 എത്ര കിട്ടി? 27 കിട്ടി. 27 ആണ് അവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 27 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? ആറ്റത്തിൻ്റെ മാസ് നമ്പർ നമുക്ക് 27 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് എഴുതേണ്ടത്? ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതേണ്ടത് അല്ലേ? ഇലക്ട്രോൺ വിന്യാസം എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ നിന്ന് നമുക്ക് നോക്കിയേ ആദ്യത്തെ ഷെല്ല് നോക്കി. ആദ്യത്തെ ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ആദ്യത്തെ ഷെല്ലിലാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 അല്ലേ? അപ്പോൾ നമുക്ക് 2 എഴുതാം അല്ലേ? ഇനി നെക്സ്റ്റ് ഷെല്ലിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 എണ്ണ അല്ലേ? 8. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 1 2 3 അല്ലേ? 2 8 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം. നേരെ അങ്ങോട്ട് നോക്കിയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ഒരു ജോഡി ഐസോടോപ്പുകൾ തിരഞ്ഞെടുക്കുക. ഈ ജോഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം എഴുതുക. എന്താണ് ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും അല്ലേ? എന്തായിരുന്നു ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും അല്ലേ? ആറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ സെയിം വരുന്ന ഏതൊക്കെയാണ് നോക്കി നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ 6 ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും 6 വരുന്നുണ്ട് അല്ലേ? ഇനി മാസ് നമ്പർ വ്യത്യസ്തമാണോ നോക്കി നോക്കിയാൽ അവരുടെ 2 എണ്ണം കാർബൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കാർബണിൻ്റെ 12 അതുപോലെ തന്നെ 14 വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം? കാർബൺ അല്ലേ? കാർബൺ തന്നെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ സെയിം ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും തന്നിരിക്കുന്നത് കാർബൺ മാത്രമേ ഉള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? കാരണം എന്താണ്? ഒരേ ആറ്റോമിക് നമ്പർ ആയതിനാലാണ്. നെക്സ്റ്റ് തന്നിരിക്കുന്ന മൂലകങ്ങളിൽ നിന്നും ഒരു ജോഡി ഐസോബാറുകൾ തിരഞ്ഞെടുക്കുക. ഐസോബാർ എന്ന് വെച്ചാൽ നാം പറഞ്ഞു ഐസോടോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും. എന്നാൽ ഐസോബാർ എന്ന് വെച്ചാൽ ഒരേ മാസ് നമ്പർ ആയിരിക്കും. നോക്കിയൊക്കെ ഒരേ മാസ് നമ്പർ ഉള്ളത് ഏതൊക്കെയാണ്? മെഗ്നീഷ്യത്തിന് നോക്കി 24 നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട്. സോഡിയത്തിന് 24 നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാളുടെയും ആറ്റോമിക് നമ്പർ നോക്കി നോക്കി. ആറ്റോമിക് നമ്പർ എന്താണെന്ന് നോക്കണത്? സെയിം ആണോ വ്യത്യസ്തമാണെന്ന് നോക്കണത്? വ്യത്യസ്തമാണെന്ന് നോക്കണം അല്ലേ? ഇവിടെ നോക്കിയൊക്കെ 12 ആണ് വ്യത്യസ്തമാണ്, ഇവിടെ 11 ആണ് അല്ലേ? അപ്പോൾ 12 11 ആണ് വ്യത്യസ്തമായിട്ടുള്ള ആറ്റോമിക് നമ്പർ ആണ്. അതായത് ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് വരുന്നത്? മെഗ്നീഷ്യം അതുപോലെ തന്നെ സോഡിയം ആണ് വന്നത് അല്ലേ? നെക്സ്റ്റ് AB കോളങ്ങൾ അനുയോജ്യമായ രീതിയിൽ ചേർത്ത് എഴുതുക എന്നാണ് പറഞ്ഞേ. പ്ലം പുഡിംഗ് മാതൃക ആരുടേതാണ്? പ്ലം പുഡിംഗ് മാതൃക ആരുടേതാണ്? JJ തോംസണിൻ്റെതാണ് അല്ലേ? ഇനി സൗരയൂഥ മാതൃക ആരുടേതാണ്? റുദർഫോർഡിൻ്റെതാണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. കനാൽ രശ്മികൾ ഗോൾഡ് സ്റ്റെയിൻ അല്ലേ? പ്ലം പുഡിംഗ് മാതൃക ആരുടേതാണ്? JJ തോംസണിൻ്റെതാണ്. ഇനി സൗരയൂഥ മാതൃക റുദർഫോർഡ്. കനാൽ രശ്മികൾ ഗോൾഡ് സ്റ്റെയിൻ അല്ലേ? കനാൽ രശ്മികൾ ഗോൾഡ് സ്റ്റെയിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെയല്ലേ കണ്ടെത്തിയത്? ന്യൂട്രോൺ ആണെങ്കിലോ ജെയിംസ് ചാഡ്വിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും യഥാക്രമം 15 31 എന്നിങ്ങനെയാണ്. ഈ ആറ്റത്തിലെ ബാഹിതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറാണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്. മാസ് നമ്പർ എത്രയാണ്? 31 ആണ്. ഈ ആറ്റത്തിലെ ബാഹിതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതണം അല്ലേ? ആറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്ത് ചെയ്താം? 2 8 5 എഴുതി കൂടെ ഇലക്ട്രോൺ വിന്യാസം. ഇതിൽ ബാഹിതമ ശൈലിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 എണ്ണം അല്ലേ? അപ്പോൾ 5 ആണ് അവിടെ ആൻസർ വരുന്നത്. ഇതിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 31 നിന്നും 15 കുറച്ചാൽ പോരെ? 31 നിന്ന് 15 കുറച്ചാൽ എത്ര കിട്ടി? 16 എന്ന് കിട്ടിയില്ലേ? 16 ആണ് അവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം. ഈ മൂലകത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. എങ്ങനെയാണ് ചിത്രീകരിക്കുക നോക്കി നോക്കിയാൽ? ആദ്യം 2 എണ്ണം എഴുതി, പിന്നെ 8 എണ്ണം എഴുതി, പിന്നെ 6 എണ്ണം എഴുതി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. ഈ ഐസോടോപ്പ് ഏതാണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ് അല്ലേ? ഈ മൂലകത്തിൻ്റെ മറ്റ് 2 പ്രധാനപ്പെട്ട ഐസോടോപ്പുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാർബൺ 12ഉം കാർബൺ 13 ആണ് മറ്റ് ഐസോടോപ്പുകൾ. ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക. ഓരോന്നിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാർബണിൻ്റെ എത്രയാണ് വരുന്നത്? ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 6 അല്ലേ വരുന്നത് കാർബണിൻ്റെ? കാർബൺ 14. അപ്പോൾ കാർബൺ
6. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 നിന്ന് 6 കുറച്ച് എത്ര കിട്ടി, 14 നിന്നും 6 കുറച്ചാൽ എത്ര കിട്ടി, അങ്ങനെയല്ലേ ന്യൂട്രോൺ കണ്ടുപിടിക്കുക. 14 നിന്നും 6 കുറച്ചാൽ നമുക്ക് 8 എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 13 നോക്കുകയാണെങ്കിൽ 13 നിന്നും 6 കുറച്ച് എത്ര കിട്ടി, 7 കിട്ടി. ഇനി 12 നിന്നും 6 കുറച്ച് എത്ര കിട്ടി, 6 കിട്ടി അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് 6, 7, 8 എന്ന് പറയുന്നതാണ് അവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇത്രയാണ് വിലയിരുത്താൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഈ ചാപ്റ്ററിൽ വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആണ്. ആ ഒരു ചാപ്റ്ററിൽ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സും അതുപോലെ തന്നെ വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ അതിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ.